രുടെ ഗുരുനാഥനാണ് വിശ്വരൂപൻ. ശരിക്കും എന്ത് ചെയ്യണം? ദേവന്മാർക്ക് സഹായിക്കണം. ഇടയ്ക്ക് അസുരന്മാർക്ക് ഹോമിക്കുന്നു പറഞ്ഞാൽ അഗ്നിയിൽ വീണാൽ അത് ദേവന്മാർക്ക് ഭാഗമാണ്. അഗ്നിയിൽ വീഴാതെ അഗ്നിൻ്റെ പുറത്ത് അപ്പുറം വീണാൽ അത് അസുര ഭാഗമാണ്. അപ്പോൾ ഹോമിക്കുമ്പോൾ തന്നെ ചെയ്യും, കുറച്ച് ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അത് നോക്കി ഇന്ദ്രൻ തൻ്റെ ആയുധം കൊണ്ട് കത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ തല മുറിച്ച് 3 തല ഉണ്ടായിരുന്നു. പക്ഷേ തല വെട്ടിയപ്പോൾ അദ്ദേഹം മരിച്ചിട്ടില്ല. എന്താ കാരണം? നാരായണ കവചം ജപിച്ചാൽ പിന്നെ ഒരു ആപത്തും ഉണ്ടാവില്ലേ പറഞ്ഞിട്ട് പിന്നെ ഉപദേശം കൊടുത്ത ആളുടെ തല തന്നെ പോയി പറഞ്ഞാൽ. പക്ഷേ എന്നായി അദ്ദേഹം മരിച്ചിട്ടില്ല. 3 പക്ഷി രൂപം സ്വീകരിച്ച് പറന്നുപോയി. കാരണം നാരായണ കവചം ജപിച്ചു എന്ന് പറഞ്ഞിട്ട് അധർമ്മം ചെയ്യാൻ പാടില്ലേ. ഇദ്ദേഹം ദേവന്മാരുടെ ഗുരുനാഥനായി ഇരുന്നു കൊണ്ട് അസുരന്മാരെ സഹായിച്ചു. അതുകൊണ്ടാണ് തല പോയി. പിന്നെ ഇന്ദ്രനക്ക് ബ്രഹ്മഹത്യ പാപം പിടികൂടി. ഇന്ദ്രൻ പറഞ്ഞു, എൻ്റെ ബ്രഹ്മഹത്യ പാപം ആര് മേടിക്കുന്നുവോ അവർക്ക് ഫ്രീ ആയിട്ട് ഒരു സാധനം തരാം. ഫ്രീ ആയിട്ട് ഒന്ന് കിട്ടും പറഞ്ഞാൽ ആദ്യം സ്ത്രീകൾ ഓടിയെത്തും. ഒരു സാരി മേടിച്ചാൽ ഒരു സാരി ഫ്രീ പറഞ്ഞാൽ മതി. പിന്നെ കടയിൽ കൂട്ടം, സ്ത്രീകളുടെ കൂട്ടം ഉണ്ടാവും. ഒരു നല്ല സാരിയും ഒരു കൊതുക് വല പോലെ ഒരു സാരിയും കിട്ടും. കുഴപ്പമില്ല പറഞ്ഞ് മേടിച്ച് പോകും. ഇങ്ങനെ സ്ത്രീ ഭൂജലദ്രുമൈരേനഹ, സ്ത്രീകൾക്കും ഭൂമിക്കും വൃക്ഷങ്ങൾക്കും നദികൾക്കുമായി തൻ്റെ പാപം വീതിച്ചു കൊടുത്തു. അപ്പോൾ ഈ വിശ്വരൂപൻ്റെ അച്ഛനായ ത്വഷ്ടാവ് എന്ത് ചെയ്തു? ഈ ഇന്ദ്രൻ എൻ്റെ മകനെ ഗുരുനാഥനായി സ്വീകരിച്ച് പിന്നെ എൻ്റെ മകനെ കൊന്നിട്ട് വധം ചെയ്തതിൻ്റെ പാപം സ്വയം അനുഭവിക്കാതെ പാവപ്പെട്ട 4 പേർക്ക് ഫ്രീ ആയിട്ട് സാധനം തരാൻ പറഞ്ഞ് ഒന്ന് മോഹിപ്പിച്ച് ഇങ്ങനെ കൊടുത്തല്ലേ തൻ്റെ പാപം. ഇന്ദ്രനെ കൊല്ലാൻ അദ്ദേഹം ആ വിചാരയാഗം ചെയ്തു. യാഗം ചെയ്യുമ്പോൾ സ്വരം വേണ്ട വിധത്തിൽ ചൊല്ലണം, ഇല്ലെങ്കിൽ അർത്ഥം മാറിപ്പോകും. ഇന്ദ്രശത്രു പറഞ്ഞാൽ ഇന്ദ്രസ്യ ശത്രു ഇന്ദ്രശത്രു. ഇത് ഷഷ്ടി തത്പുരുഷ സമാസം പറയും. അത് പറയുമ്പോൾ സ്വരം മാറിയത് കൊണ്ട് എന്തായി? ഇന്ദ്ര ശത്രു യസ്യ സഹ ബഹുവൈഹി സമാസം പറയും. ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിൽ മകൻ വരട്ടെ എന്ന് പകരം ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്ന മകൻ വരട്ടെ എന്ന് അർത്ഥം മാറിപ്പോയി. അതിൽ നിന്നും വൃത്രാസുരൻ പുറപ്പെട്ടു. വൃത്രാസുരനെ കണ്ട് പേടിച്ച് ദേവന്മാരൊക്കെ ഭഗവാനെ ശരണം വിളിച്ചു. ശ്രീകൃഷ്ണശരണം മമ ശ്രീഹരിശരണം മമ 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 ശ്രീകൃഷ്ണശരണം മമ ശ്രീഹരിശരണം മമ. ഇവിടെ പറയുന്നു, അവിസ്മിതന്തം പരിപൂർണകാമം സ്വേനൈവ ലാഭേന സമം പ്രശാന്തം വിനോപസർപ്പത്യപരം ഹി ബാളിശഃ ശ്വലാങ്കുലേനാതിഥിതക്തി സിന്ധും. എപ്പോഴും പരിപൂർണകാമനായി അടുത്തവരുടെ സഹായം പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ആളാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ. അപ്പോൾ ഗുരുവായൂരപ്പനെ ഭജിച്ചാലേ നമുക്ക് ഈ ദുഃഖത്തിൽ നിന്നും രക്ഷ ഉണ്ടാവുള്ളൂ. കാരണം ദുഃഖത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വേറെ ഒരു ദുഃഖിക്കുന്ന ഒരാളുടെ കാല് പിടിച്ചിട്ട് കാര്യമില്ല. തക്ഷകൻ എന്ത് ചെയ്തു? തക്ഷകനെ കൊല്ലാൻ വേണ്ടി സർപ്പയാഗം ചെയ്തപ്പോൾ ജനമേജയൻ തക്ഷകൻ ഇന്ദ്രനോട് ശരണം പ്രാപിച്ചു, എന്നെ രക്ഷിക്കണേന്ന്. ഇന്ദ്രൻ പറഞ്ഞു, നീ പേടിക്കണം, എൻ്റെ മുണ്ടിൽ സൂക്ഷിച്ച് വെച്ചോളാം. തൻ്റെ മുണ്ടിൽ സൂക്ഷിച്ച് വെച്ചു തക്ഷകനെ. ഇപ്പോൾ ഹോമം ചെയ്യുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ പറഞ്ഞു, പ്രധാനപ്പെട്ട പാമ്പ് വന്നില്ലല്ലോ, ബാക്കി സാധാരണ പാമ്പുകളൊക്കെ വീണ് ചാവുന്നുണ്ട് അഗ്നിയിൽ, തക്ഷകൻ വന്നില്ല പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് വന്നില്ല ചോദിച്ചു. ഇന്ദ്രൻ കാത്ത് രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണന്മാരോട് പറഞ്ഞു, ഇന്ദ്രനെ ചേർത്ത് അഗ്നിയിൽ വീഴ്ത്തിക്കോളൂ. തക്ഷകാസു പതസ്വേഹ സഹീന്ദ്രേന മരുത്വത. ഇന്ദ്രനും ചേർന്ന് വീഴട്ടെ അഗ്നിയിൽ എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രനും അഗ്നിയിൽ വീഴാൻ വന്നപ്പോൾ ഇന്ദ്രൻ നോക്കി, ഈ തക്ഷകണം മുണ്ടിൽ വെച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ വീഴണു എന്നൊരു സ്വന്തം മുണ്ട് അങ്ങനെ അഗ്നിയിൽ ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ രക്ഷിക്കാൻ കഴിവുള്ള ആളുടെ കാലിൽ പിടിക്കണ്ടേ? അവസാനം ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്ന ആളുടെ കാല് പിടിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട്, ശ്വലാങ്കുലേന അതിഥിതക്തി സിന്ധും. ഒരാൾ എന്ത് ചെയ്തു? നല്ല മഴക്കാലത്ത് തൻ്റെ കാളയുമായി വന്നു.
വന്നപ്പോൾ നല്ല കുത്തി ഒഴുകുന്ന പുഴയെ കണ്ടു. അക്കരയ്ക്ക് ചെല്ലണം. ഒരു വണ്ടി ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? തൻ്റെ കാളയെ അങ്ങനെ വിട്ടു. ആ കാള നീന്തുമ്പോൾ കാലയുടെ വാളും പിടിച്ച് അക്കരയ്ക്ക് ചെന്നു. ഇത് നോക്കിയിട്ട് ഒരാൾ പട്ടിയുമായി അവിടെ വന്നിരുന്നു. അത് കാലയുടെ വാൾ പിടിച്ചപ്പോൾ നമ്മുടെ പട്ടിയുടെ വാൾ പിടിച്ച് പോകണം. പട്ടിയുടെ വീട്ടിൽ വിട്ട് പട്ടീൻ്റെ വാൾ പിടിച്ചപ്പോൾ രണ്ടുപേരും കുത്തി പോയി. അതുപോലെയാണ് ഭഗവാൻ ഗുരുവായൂരപ്പനെ ഉപേക്ഷിച്ചിട്ട് ബാക്കി ആളുടെ കാല് പിടിച്ചാൽ ഈ നായുടെ വാൾ പിടിച്ചിൻ്റെ കഥയാണ്. ശ്വലാങ്കുലേനെ അതിതിതർത്തി സിന്ധും. അതുകൊണ്ട് ഭഗവാനെ നീ മാത്രമേ രക്ഷയുള്ളൂ, ഞങ്ങളെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചു. ആദ്യം പദ്യം കൊണ്ടും പിന്നെ ഗദ്യം കൊണ്ടും സ്തുതിച്ചപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, ദധീജി പേരുള്ള മഹാത്മാവുണ്ട്, ആ മഹാത്മാവിൻ്റെ നട്ടെല്ല് കൊണ്ടുപോയിക്കോളൂ. കാരണം അദ്ദേഹം കൂടുതൽ നാരായണ കവചം ജപിച്ച് അദ്ദേഹത്തിൻ്റെ നട്ടെല്ല് മുഴുവനും നാരായണ കവചമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ ചെല്ലും. അതുകൊണ്ട് തന്നെ വലിയ മഹാത്മാക്കൾ നമ്മൾ നമസ്കരിക്കാൻ കാരണം അവർ നാമം ജപിച്ച് നാമസിദ്ധരാണ്. എൻ്റെ ഗുരുനാഥൻ അങ്ങനെയുള്ള മഹാത്മാക്കളൊക്കെ നമ്മൾ തൊട്ടാൽ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ദദീച്ചിമാരുടെ നട്ടെല്ല് ചോദിച്ച് മേടിച്ചോളൂ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ മുതലായ ദേവന്മാർ ദദീച്ചി മഹർഷിയോട് പ്രാർത്ഥിച്ചു, ഒരു ചെറിയ ഉപകാരം വേണം. എന്താ ഉപകാരം? കുറച്ച് നട്ടെല്ല് മാത്രം കൊടുത്താൽ മതി, കൂടുതൽ ഒന്നും വേണ്ട. ഇത് കുറച്ച് പരിപ്പ് അരി ചോദിക്കുന്നത് പോലെയാണ് നെട്ടെല്ല് എന്ന് ചോദിക്കുന്നു. പക്ഷേ അദ്ദേഹം കൊടുക്കാൻ തയ്യാറായി. പക്ഷേ അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, എനിക്ക് ഈ ഭൂലോകത്തിലിരിക്കുന്ന എല്ലാ പുണ്യതീർത്ഥങ്ങളിലും കുളിക്കണം ആഗ്രഹമുണ്ട്, പക്ഷേ അത് കുളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, പേടിക്കണം, ഞങ്ങൾ പോകാൻ പറഞ്ഞു. എല്ലാ 33 കോടി ദേവന്മാരും ഗിണ്ടിയുമായി എന്ത് ചെയ്തു? ഓരോ പുണ്യതീർത്ഥങ്ങളിലും വെള്ളം കൊണ്ടുവന്ന് ഒരു ആ ദദീച്ചി മഹർഷി ഇരിക്കുന്ന സ്ഥലത്തിൽ ഇങ്ങനെ ഒഴിച്ചു. ആ സ്ഥലത്തിൻ്റെ പേരാണ് മിശ്രീഖ്. നൈമിഷാരണ്യത്തിൽ അടുത്തുള്ള ക്ഷേത്രമാണ് മിശ്രീഖ് എന്നാണ് പേരും. മിശ്രം പറഞ്ഞാൽ എല്ലാ തീർത്ഥവും ഒന്നിച്ച് ചേർന്ന സ്ഥലമാണ്. ഈ എല്ലാ തീർത്ഥവും ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം കുളിച്ചു. പിന്നെ ധ്യാനത്തിലിരുന്ന് ഭഗവാനെ പ്രാപിച്ച ശേഷം അദ്ദേഹത്തിന് നട്ടെല്ലെടുത്ത് ആ ആയുധമുണ്ടാക്കി പുറപ്പെട്ടു. ഇന്ദ്രനെ കണ്ട് അസുരന്മാർ പേടിച്ച് ഓടുന്നു. അപ്പോഴാണ് വൃത്രാസുരൻ പറഞ്ഞു, ജനിച്ചാൽ മരണം ഉറപ്പാണ്. ദൗസമ്മതൗ ഇഹ മൃത്യു ദുരാപൗ. മരണം 2 വിധത്തിൽ പ്രാപിച്ചാൽ നല്ലതാണ്. ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ച് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കണം. അത് പറ്റില്ലെങ്കിൽ യുദ്ധത്തിൽ പട്ടാളക്കാരനായി ചേർന്ന് നമ്മുടെ നാടിന് വേണ്ടി ഇപ്പോൾ ബാർഡറിൽ നിന്ന് യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ, അവരവിടെ കാത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിവിടെ സുഖമായിട്ട് സപ്താഹം നടത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കേണ്ടതാണ്. അവർക്ക് ചേർന്ന് അവർ അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പട്ടാളക്കാരനായിട്ട് നാടിൻ്റെ മേലെ ആർ യുദ്ധം ചെയ്ത് മരിക്കുന്നുവോ അവർക്ക് നല്ല ഗതി കിട്ടും. ഇവർ 2 പേർക്ക് മാത്രമേ സദ്ഗതി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് വൃത്രാസുരൻ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴാണ് ഭഗവാനെ ഇന്ദ്രനെ വിളിച്ചു. ഹരേ അതോ ഹരേമേ കുളിശേന വജ്രാണ്. ഹരേന് ഇന്ദ്രനെ വിളിച്ചപ്പോൾ ഇന്ദ്രൻ്റെ പേരും ഹരിയാണ്, ഭഗവാന്റെ പേരും ഹരിയാണ്. അപ്പോൾ ഭഗവാന്റെ ഓർമ്മ വന്നു. ഒരു 4 ശ്ലോകത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. 11ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ 4 ശ്ലോകങ്ങളാണ് വൃത്രചതുശ്ലോകി എന്ന് മഹാത്മാക്കൾ പറയും, അല്ലെങ്കിൽ ഭക്തി ചതുശ്ലോകി. ഭക്തൻ പറഞ്ഞ 4 ശ്ലോകം, ഭഗവാൻ പറഞ്ഞ 4 ശ്ലോകം ജ്ഞാന ചതുശ്ലോകി. അത് 2ാമത്തെ സ്കന്ധം 9ാമത്തെ അധ്യായത്തിൽ ജ്ഞാനം പരമഗുഹ്യം മേ എന്ന് ഭഗവാൻ പറഞ്ഞ ശ്ലോകം 4 ശ്ലോകം അഹമേവാസമേവാഗ്രി തുടങ്ങി 4 ശ്ലോകം ജ്ഞാന ചതുശ്ലോകമാണ്. ഇത് ഭക്തൻ പറഞ്ഞ ഭക്തി ചതുശ്ലോകം. ഈ 4 ശ്ലോകം അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയഃ മനസ്മരേതാസു പതേർഗുണാംസ്തേ ഗൃണീതവാക്കർമ്മ കരോതു കായഃ. അഹം ഹരേ, ഭഗവാനെ നിൻ്റെ ദാസനായിരിക്കാനാണ് എനിക്ക് മോഹം. കാരണം ഹരിനെ ഇവിടെ വിളിക്കാൻ കാരണം ഹരി പറഞ്ഞ അർത്ഥം നമ്മുടെ ദുഃഖങ്ങളെ ഹരിക്കുന്ന ആളാണ്. ദുഃഖത്തിന് കാരണം എന്താ? പാപമാണ്. ആ പാപത്തെ ഹരിക്കുന്ന ആളും കൂടിയാണ്. സർവ പാപ ഹരോ ഹരിഹി. പാപം മാത്രം ഹരിച്ചിട്ട് കാര്യമില്ലേ, പാപം ഉണ്ടാവാൻ എന്താ കാരണം? നമ്മുടെ കാമക്രോധങ്ങളാണ്. അതെയും ഇല്ലാതാക്കുന്ന ആളാണ്. പിന്നെ ഭക്തന്മാർ എന്ത് ആഗ്രഹിക്കുന്നുവോ അതൊക്കെ ആഹരിച്ച് കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഹരി.
ഹേ ശ്രീകൃഷ്ണേതി വചനം വദന്തം നന്ദനന്ദനഃ സ്വീകരോതി മമൈവായം തതോ ഹരിരിതി സ്മൃതഃ. ഹരിഹരിനെ ജപിക്കുന്ന ആൾക്കാർ തൻ്റെ ഭക്തനായി സ്വീകരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഹരിന്ന് വിളിക്കുന്നു. നിൻ്റെ ഭക്തനായിരിക്കാനാണ് താത്പര്യം. കാരണം രാമാനുജാചാര്യൻ അദ്ദേഹം രാമായണ പ്രഭാഷണം നടത്തുമ്പോൾ വിഭീഷണൻ വന്നപ്പോൾ രാമൻ വാനരന്മാരെ വിളിച്ച് ചോദിക്കുന്നു, ഈ വിഭീഷണൻ നമുക്ക് ചേർക്കാവോ എന്ന്. അപ്പോൾ ചില ആളുകൾ മിക്കവാറും വാനരന്മാർ വേണ്ട പറഞ്ഞു. ഹനുമാൻ മാത്രം നല്ല ആളാണ്, നമുക്ക് ചേർക്കാം. ഇത് പറയുന്ന സമയത്ത് അവിടെ രാമാനുജൻ്റെ പ്രധാന ശിഷ്യൻ ധനുർദാസൻ എന്ന് പേര്, പിള്ളയുറങ്ക വെല്ലിദാസൻ. രാത്രി ഉറക്കം ഒഴിച്ച് അദ്ദേഹം എപ്പോഴും ശ്രീരംഗക്ഷേത്രത്തിൽ കാവൽക്കാരനായി നിൽക്കും. അതുകൊണ്ടാണ് ഉറങ്കാവെല്ലിദാസൻ, ഉറങ്ങാത്ത ദാസൻ, പിള്ളை. അങ്ങനെ പിള്ളை ഉറങ്കാവെല്ലിദാസൻ അദ്ദേഹത്തിൻ്റെ തമിഴ് പേര്. സംസ്കൃതത്തിൽ ധനുർദാസൻ എന്നാണ് പേര്. അദ്ദേഹം പ്രഭാഷണം കേട്ടിരിക്കുന്ന സമയത്തിൽ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി. അങ്ങനെ പണ്ട് ചെയ്യാറില്ലേ, പ്രഭാഷണത്തിൻ്റെ ഇടയിൽ എഴുന്നേൽക്കാറില്ലേ, അത് വിശേഷാൽ മഹാത്മാക്കൾ ചെയ്യുമ്പോൾ. അപ്പോൾ ചോദിച്ചു രാമാനുജൻ, എന്താ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ കാരണം? നല്ല വിശ്വാസത്തോട് വന്ന വിഭീഷണനെ തന്നെ ചേർക്കാമോന്ന് ഭഗവാൻ വാനരന്മാരോട് ചോദിക്കുന്നു. വിഭീഷണനെ പോലെ അത്ര വിശ്വാസം എനിക്ക് ഒന്നുമില്ലേ, പിന്നെ ഭഗവാൻ എന്നെ എങ്ങനെ രക്ഷിക്കും, ഞാൻ പോയിക്കോളാം പറഞ്ഞു. അദ്ദേഹം പുറപ്പെട്ടു. അപ്പോഴാണ് രാമാനുജൻ പറഞ്ഞു, വിഭീഷണനെ ചേർക്കുമ്പോൾ മാത്രമേ ചേർക്കാവോ വാനരന്മാരോട് ചോദിച്ചു ഭഗവാൻ. വിഭീഷണൻ ഒറ്റയ്ക്ക് വന്നിട്ടില്ലേ, ഒപ്പം 4 രാക്ഷസന്മാരോടാണ് വന്ന്, ചതുർഭിസ് സഹ രാക്ഷസൈഹി. വിഭീഷണൻ്റെ ഒപ്പം വന്ന രാക്ഷസന്മാർ ഭഗവാൻ ചോദിച്ചിട്ടേ ഇല്ലേ, വരുണ എല്ലാവരും വിളിച്ചുകൊണ്ട് പോയി. വിഭീഷണന് മാത്രമേ ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ നേരിട്ട് ഭഗവാന്റെ അടുത്ത് പോകുന്ന ആചാര്യനക്ക് ചോദ്യം ഉണ്ടാവും. ഒരു ആചാര്യൻ്റെ ശിഷ്യനായി പോകുന്നവർക്ക് ചോദ്യം ഉണ്ടാവില്ലേ. അത് രാമൻ്റെ ഗോഷ്ഠിയാണ്, ഇത് രാമാനുജൻ്റെ സമ്പ്രദായമാണ്. അപ്പോൾ എന്നെ ആശ്രയിച്ച് വന്നാൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലേ, അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു. അതുപോലെയാണ് നേരിട്ട് ഭഗവാന്റെ അടുത്ത് പോവാതെ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോകുമ്പോൾ ഭഗവാൻ നമ്മളെ സ്വീകരിക്കും. ദാസാണു ദാസോ ഭവിതാസ്മി ഭൂയ. എൻ്റെ മനസ്സ്, വാക്ക്, കായം എല്ലാം ഭഗവാനെ ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് വേറെ ഭൗതിക സുഖങ്ങളൊന്നും ആവശ്യമില്ല. നണാകപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം നരസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ. വേറെ ഭൗതിക സുഖങ്ങളോ പിന്നെ ദൈവിക ബ്രഹ്മാദി സ്വർഗാദി സുഖങ്ങളും എനിക്ക് വേണ്ട. ഒരു ചെറിയ കുഞ്ഞു പക്ഷി കൂട്ടിലിരുന്ന് പക്ഷം ചിറകില്ലാതെ പക്ഷി അമ്മയെ വിളിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുമ്പോൾ കീന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ ഞാൻ നിന്നെ വിളിക്കുന്നു. പിന്നെ കട്ടിയിട്ട പൈക്കുട്ടി അമ്മയെ ഓർത്ത് അമ്മേനെ എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ ഞാൻ കാത്തിരിക്കുന്നു. പിന്നെ ദൂരദേശ യാത്രയ്ക്ക് പോയ തൻ്റെ ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഭാര്യ എങ്ങനെയാണോ, ഒരു പതിവ്രതയായ ഭാര്യ, അതുപോലെയാണ് ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അജാതപക്ഷായിവ മാതരം ഖഗാഃ സ്തന്യം യഥാ വത്സതരാഗാക്ഷുധാർത്താഃ പ്രിയം പ്രിയേവ വിഷിതം വിഷണ്ണാ മനോരവിന്ദാക്ഷതി ദൃക്ഷത്തെ ത്വാം. ഇവിടെ അരവിന്ദാക്ഷാണ് ഭഗവാനെ വിളിക്കുന്നു. അരവിന്ദാക്ഷ പറഞ്ഞാൽ താമരക്കണ്ണ. താമരക്കണ്ണ വിളിക്കാൻ എന്താ കാരണം? ഈ വണ്ട് ഓരോരോ പൂവിലും പോയിട്ട് അതിന് വേണ്ട തേന് ഇല്ലാതാവുമ്പോൾ താമരയിൽ വന്നാൽ കൂടുതൽ തേന് കിട്ടും. അപ്പോൾ വണ്ട് എന്ത് ചെയ്യും? താമരയിൽ തന്നെ കിടക്കും. താമരയെ എന്ത് ചെയ്യും? ആ മയങ്ങിവിനെ വണ്ട് പിന്നെ മൂടി പിടിച്ച് വയ്ക്കും. അതുപോലെ എൻ്റെ മനസ്സാകുന്ന വണ്ട് നിൻ്റെ പാദകമലത്തിൽ വീണു. അങ്ങനെ വീണെ എന്നെ നീ താമര വണ്ടിനെ പിടിച്ച് വയ്ക്കുന്നത് പോലെ എന്നെ പിടിച്ച് വെച്ചോളൂ. അതിന് വേണ്ടിയാണ് ഇവിടെ അരവിന്ദാക്ഷ താമരക്കണ്ണാണ് വിളിച്ച് പറയുന്നു. എനിക്ക് നിൻ്റെ ദർശനം തരണം ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ ദർശനം ദുർലഭമാണ്. അപ്പോൾ നിൻ്റെ ദർശനം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഭക്തന്മാരുടെ ദർശനം കിട്ടിയാൽ കൊള്ളാം. മമോത്തമ ശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമതസ്വകർമ്മഭിഹി. ഭഗവാൻ പറഞ്ഞു, എന്നെക്കാൾ ദുർലഭമാണ് ഭക്തന്മാരുടെ ദർശനം. എൻ്റെ ദർശനം സാധാരണ കഞ്ഞി പോലെയാണ്, ഭക്തന്മാരുടെ ദർശനം പാൽപ്പായസം പോലെയാണ്. അപ്പോൾ എന്നെക്കാൾ ദുർലഭമാണ് ഭക്തന്മാരുടെ ദർശനം.
അങ്ങനെ ഭക്തന്മാരുടെ ദർശനം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ദുഷ്ടന്മാരുടെ ദർശനം ഇല്ലാതെ രക്ഷിക്കണേ. ത്വന്മായ ആത്മാത്മജ ദാരഗേഹേഷു ആസക്ത ചിത്തസ്യ നനാഥ ഭൂയാത്. വൃത്രാസുരൻ്റെ ആ സ്തുതി കേട്ടപ്പോൾ ഇന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടു. അഹോ ദാണവാ സിദ്ധോസി, നീ സിദ്ധനായി കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞു. പിന്നെ യുദ്ധം തുടങ്ങി. യുദ്ധത്തിൽ വൃത്രാസുരൻ ഇന്ദ്രൻ്റെ വജ്രായുധം, ഇന്ദ്രൻ്റെ ആണ് ഇന്ദ്രനെയും ചേർത്ത് സ്വാഹാണ് ഗണപതി ഹോമം കഴിക്കുന്നത് പോലെ അങ്ങനെ കഴിച്ചു. പക്ഷേ ഇന്ദ്രൻ വൃത്രാസുരൻ്റെ വയറ്റിൽ ചെന്ന ഇന്ദ്രൻ മരിച്ചിട്ടില്ല. എന്താ കാരണം? നാരായണ കവചം ജപത്തിൻ്റെ ആ മഹിമയാണ്. മഹാപുരുഷ സന്നദ്ധ ഇവിടെ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇന്ദ്രൻ വൃത്രാസുരൻ്റെ വയറുകരി പുറത്തു വന്നു. പിന്നെ വൃത്രാസുരൻ്റെ കഴുത്ത് മുറിക്കാൻ ഒരു കൊല്ലം വേണ്ടി വന്നു. അങ്ങനെ വൃത്രാസുരനെ വധിച്ച ശേഷം വൃത്രാസുരൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ജ്യോതി പുറപ്പെട്ട് ഭഗവാന്റെ ലോകത്തിൽ ചെന്നു. പിന്നെ വൃത്രാസുരനെ കൊണ്ട പാപം ഇന്ദ്രന് പിടികൂടി, ബ്രഹ്മഹത്യ പാപം. പിന്നെ ഇന്ദ്രൻ അതിന് പേടിച്ച് എന്ത് ചെയ്തു? മഹാലക്ഷ്മി താമസിക്കുന്ന ആ താമരയുടെ ഉള്ളിൽ ഒളിച്ചിരുന്നു. പക്ഷേ ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. യതിഹ അഗ്നിദൂത, കാരണം അഗ്നി വരണമെങ്കിൽ വെള്ളത്തിലേ വരാൻ പറ്റുള്ളൂ. പക്ഷെ മാനസരസത്തിൻ്റെ ഉള്ളിലാണ് ആവസത് പുഷ്കരൻ ആളതന്തോൻ എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നു. അലബ്ധഭോഗ യതിഹ അഗ്നിദൂത. പിന്നെ ബൃഹസ്പതി മുതലായ ഗുരുക്കൾ വന്ന് പറഞ്ഞു, ഭഗവാന്റെ നാമം ജപിച്ചോളൂ, അശ്വമേധയാഗം ചെയ്തോളൂ, നിൻ്റെ പാപമൊക്കെ മാറിക്കിട്ടും പറഞ്ഞപ്പോൾ അശ്വമേധയാഗം ചെയ്തു. പിന്നെ ബ്രഹ്മഹത്യ പാപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മഹത്യ പാപമാണ്, ബ്രാഹ്മണ കൊല്ലുന്ന പാപം. പിന്നെ ഏറ്റവും വലിയ പുണ്യം അശ്വമേധയാഗമാണ്. ഇത് നമുക്ക് ഈ വൃത്രാസുരവധം ഇത് കേട്ടാൽ ഏറ്റവും വലിയ പുണ്യമായ അശ്വമേധയാഗത്തിൻ്റെ ഫലവും ഉണ്ടാവും. പിന്നെ മഹാപാപം ബ്രഹ്മഹത്യ പാപവും നമുക്ക് നശിച്ച് കിട്ടും. വിമുച്യത്തെ ഇവിടെ പറയുന്നുണ്ട്, ഇന്ദ്രോ മഹാനാസ വിധൂത പാപഃ രിപുഞ്ജയം സ്വസ്ഥയനം തഥാ ആയുഷം. ബ്രഹ്മഹത്യ പാപവും കൂടി നശിക്കും എന്നാണ് പറയുന്നു. പക്ഷേ ഇത് വായിക്കാൻ പറ്റാത്തവർ കുംഭകോണം അടുത്ത് വന്നാൽ തമിഴ്നാട്ടിൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, തിരുവിടൈ മറുതൂർ മധ്യാർജുന ക്ഷേത്രം എന്നാണ് പറയും. ആ ക്ഷേത്രത്തിൽ വന്നാൽ ബ്രഹ്മഹത്യ പാപം നമുക്ക് നശിക്കും. കാരണം പണ്ട് പാണ്ഡ്യദേശത്ത് രാജാവ്, മധുരയിൽ രാജ്യഭരണം നടത്തിയ പാണ്ഡ്യ രാജാവിന് ഒരു ബ്രഹ്മഹത്യ പാപം പിടികൂടി. അദ്ദേഹം നായാട്ടത്തിന് ചെന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ബ്രാഹ്മണൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നു മരത്തിൻ്റെ ചോട്ടിൽ. ഈ രാജാവിൻ്റെ കുതിര ചവിട്ടി ബ്രാഹ്മണൻ മരിച്ചു. അപ്പോൾ ബ്രഹ്മഹത്യ പാപം പിടികൂടിയപ്പോൾ മധുരയിൽ മീനാക്ഷി സുന്ദരേശ്വര പെരുമാനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ബ്രഹ്മഹത്യ മാറ്റി തരണീന്ന്. അപ്പം മീനാക്ഷി സുന്ദരേശ്വരർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് പറ്റില്ലേ, മധ്യാർജുന ക്ഷേത്രത്തിലേക്ക് പോയിക്കോളൂ പറഞ്ഞു. അങ്ങനെ മധ്യാർജുനം മഹാലിംഗം ജ്യോതിസ്വരൂപമാണ്, ജ്യോതിർമയം മഹാലിംഗം. ഈ മധ്യാർജുന ക്ഷേത്രത്തിൽ വന്നപ്പോൾ ആ ജ്യോതിസ്വരൂപനാണ് ഭഗവാന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാതെ ബ്രഹ്മഹത്യ പാപം ആ വാതിൽ പടിയിൽ തന്നെ ഇരുന്നു. ഈ രാജാവ് തൊഴുതു ഭഗവാന്. പിന്നെ ഭഗവാൻ പറഞ്ഞു, വന്ന വഴി കൂടി പോകണ്ട, അവിടെ ബ്രഹ്മഹത്യ പടിയിൽ കാത്തിരിക്കുന്നുണ്ട്, വേറെ വഴി കൂടി മാറിപ്പോയിക്കോളൂ പറഞ്ഞു. പിന്നെ ഭഗവാൻ തൊഴുതിട്ട് പിന്നെ അമ്മയുടെ നടയിൽ തൊഴുത് ആ വഴി കൂടി മാറിപ്പോയി. ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവർ ഭഗവാനെ തൊഴുതിട്ട് പിന്നെ അതേ വഴിയിൽ വരാൻ പാടില്ല. അടുത്ത് അമ്മയുടെ നടവുണ്ടാവും, ആ അമ്മയെ തൊഴുതിട്ട് ആ വഴി കൂടി പുറത്ത് വരണം. പിന്നെ അവിടെ പൂജ ചെയ്യുന്ന മേൽശാന്തി ഇടയ്ക്ക് അങ്ങനെ പോയി കേട്ടു വീണ്ടും ഒരേ വഴി തന്നെ പോയി വരും. കാരണം അദ്ദേഹത്തിന് ബ്രഹ്മഹത്യയോട് ഒരു പ്രാക്ടീസായിപ്പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് പേടിയില്ല. സാധാരണ തൊഴിലിൻ്റെ പതിവ് അങ്ങനെയാണ്. പിന്നെ അവിടെ പ്രദക്ഷിണ വഴി ഉണ്ട്, അത് പ്രദക്ഷിണ വച്ചാൽ അശ്വമേധയാഗത്തിൻ്റെ ഫലം കിട്ടും എന്നാണ് പറയുന്നു. അങ്ങനെ ഈ വൃത്രാസുരോപാഖ്യാനം കേൾക്കുന്നവർക്ക് ധന്യം യശസ്യം നിഖിലാഘമോചനം രിപുഞ്ജയം സ്വസ്ഥയനം തഥായുഷം. വിശേഷാൽ വാവ് ദിവസങ്ങളിൽ കറുത്ത വാവ് വെളുത്ത വാവ് സമയത്തിൽ ഈ വൃത്രാസുരോപാഖ്യാനം പഠിച്ചാൽ നല്ലതാണ് പറയുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് വൃത്രാസുരനുക്ക് ഭക്തി എങ്ങനെ ഉണ്ടായി ചോദിക്കുന്നു. ഇപ്പോൾ വൃത്രാസുരൻ്റെ പൂർവ്വജന്മ കഥ ഇവിടെ പറഞ്ഞു കേൾപ്പിക്കുന്നു. വൃത്രാസുരൻ പൂർവ്വജന്മത്തിൽ
ചിത്രകേതു പേരുള്ള രാജാവായിരുന്നു. പല സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടും ഉണ്ണിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അംഗീരസ മഹർഷി അവിടെ വന്നു. അംഗീരസ മഹർഷിയോട് തൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ അദ്ദേഹം ത്വഷ്ടാവ് എന്ന് ദേവനെക്കുറിച്ച് യാഗം ചെയ്ത് ആ ചെറു പ്രസാദം കൊടുത്തു. രാജാവ് എല്ലാ ഭാര്യയ്ക്കും കൊടുക്കാമായിരുന്നു, മൂത്ത ഭാര്യയ്ക്ക് മാത്രം കൊടുത്തു. കൃതജ്ഞിതി എന്നാണ് പേര്. അവൾ കഴിച്ചപ്പോൾ അവൾക്ക് മാത്രം ഉണ്ണിയും ഉണ്ടായി. അപ്പോൾ രാജാവ് ചെയ്തു എപ്പോഴും ആ മൂത്ത ഭാര്യയുടെ അടുത്തായിരുന്നു, ബാക്കി റാണികളുടെ അടുത്ത് പോകുന്നില്ലേ. അപ്പം ബാക്കി റാണികൾക്ക് സങ്കടമായി. ഈ ഉണ്ണി ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ അടുത്ത് വരണില്ലേ. ആ ഉണ്ണിയെ നശിപ്പിക്കാൻ തീരുമാനിച്ച് വിഷം കൊടുത്തു കൊന്നു. ഉണ്ണി മരിച്ചപ്പോൾ എല്ലാവരും കരയുന്നുണ്ട്. വിഷം കൊടുത്ത ആൾക്കാർ കുറച്ച് കൂടുതൽ കരയുന്നുണ്ട്, ഗ്രിസ്ലിയൊക്കെ ഒഴിച്ചിട്ട്. കാരണം കരയുന്ന ഒറിജിനൽ കരയുന്നേക്കാൾ നടിക്കാൻ വേണ്ടി കരയുന്നത് കൂടുതൽ കരയും. അങ്ങനെ കരയുന്ന സമയത്താണ് നാരദനും അംഗിരസനും അവിടെ വന്ന് പറഞ്ഞു, എന്തിനാ കരയുന്നു? ഉണ്ണി പോയല്ലോ, ഉണ്ണി ഇവിടെ ഉണ്ടല്ലോ, ഉണ്ണിയുടെ ആത്മാവ് പോയല്ലേ. ആത്മാവൊന്നും കണ്ടിട്ടില്ലല്ലോ, കണ്ടതോടല്ലേ പ്രേമം തോന്നുള്ളൂ. പിന്നെ ആ ഉണ്ണിയെ ജീവിപ്പിച്ചു നാരദൻ. നിൻ്റെ അച്ഛനമാർ കരയുന്നുണ്ട്, എഴുന്നേൽക്കൂ. ആ ഉണ്ണി ചോദിക്കുന്നു, കസ്മിൻ ജന്മണി അമിമഹ്യം, ഇവർ ഏത് ജന്മത്തിൻ്റെ അച്ഛനോ അമ്മയാണ്? ഞാൻ പല ജന്മത്തിൽ പല ആൾക്കാർക്ക് അച്ഛനായി അമ്മനായിട്ടും കുട്ടിയായിട്ട് ജനിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാരബ്ധം കഴിഞ്ഞു, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് ആ ഉണ്ണി പോയപ്പോഴാണ് രാജാവിന് വൈരാഗ്യം ഉണ്ടായി, ജ്ഞാനമുണ്ടായി. പിന്നെ നാരദനോട് പ്രാർത്ഥിച്ചു, എനിക്ക് മന്ത്രോപദേശം തരണേന്ന്. നാരദൻ സംഘർഷണ മന്ത്രം ഉപദേശം കൊടുത്തു. 7 ദിവസം അത് ജപിച്ചപ്പോൾ സംഘർഷണ ഭഗവാൻ പ്രത്യക്ഷമായി ചിത്രകേതുവിന് ഒരു ബ്രഹ്മോപദേശം, ശരിക്കും ഭാഗവതോപദേശം കൊടുത്തു. ഒരു വിമാനവും കൊടുത്തു. ഈ വിമാനത്തിൽ കയറി വിദ്യാധരൻ എന്ന സ്ഥാനവും കൂടി കൊടുത്തു. ദേവന്മാരിൽ പല വക ഉണ്ട്. ഭഗവാനെക്കുറിച്ച് പാടുന്ന ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ. അങ്ങനെ വിദ്യാധര സ്ഥാനം, വിദ്യ പറഞ്ഞാൽ ഗാന്ധർവ വിദ്യ, നല്ല പാട്ട് പാടുന്ന ശക്തി ഉള്ള വിദ്യ, അത് കൊടുത്തു. ആ വിദ്യാധരനായിട്ട് ഓരോ ദിക്കിലും ഭഗവാന്റെ നാമങ്ങൾ പാടി നടക്കുമ്പോൾ കൈലാസത്തിലെത്തി. കൈലാസത്തിൽ മഹാദേവൻ പാർവതിയെ മടിത്തട്ടിൽ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ പരിഹാസം ചെയ്തു. സാധാരണക്കാർ പോലും രഹസ്യമായിട്ട് ഈ ഭാര്യയെ മടിയിൽ തട്ടിൽ വയ്ക്കാറുള്ളൂ. ഈ മഹാദേവൻ ജ്ഞാനോപദേശം ചെയ്യുന്ന ദക്ഷിണാമൂർത്തിയായി ഇരിക്കുന്ന മഹാദേവൻ ഇങ്ങനെ പാർവതി ആളിങ്ങനെ ചെയ്തുകൊണ്ട് പരസ്യമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ ചിത്രകേതുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ ചിരിച്ചു. അത് കണ്ടപ്പോഴാണ് പാർവതി ചിത്രകേതുവിനോട് പറഞ്ഞു, വിഷ്ണു ഭക്തനായിരിക്കുന്നവർക്ക് വിനയം വേണം, ഇങ്ങനെ മഹാത്മാക്കളെ പരിഹസിക്കാൻ പാടില്ലേ. നായമർഹതി വൈകുണ്ഠ പാദമൂലോപസർപ്പണം. അങ്ങനെ വിനയമില്ലാതെ മഹാദേവനെ പരിഹാസം ചെയ്യുന്ന നിനക്ക് അസുര സ്വഭാവം ഉള്ളതുകൊണ്ട് അസുരനായി ജനിച്ചോളൂ എന്ന് ശാപം കൊടുത്തു. അങ്ങനെ അസുരനായി ശാപം കിട്ടിയപ്പോഴാണ് പാർവതിയോട് മാപ്പ് ചോദിച്ചു. പിന്നെ അസുരനായി ജനിച്ചാലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടത് ഹരിഭക്തി എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഈ വൃത്രാസുരൻ അസുരനായി ജനിച്ചിട്ടും ഹരിഭക്തിയോട് അവിടെ ഭഗവാനെ സ്തുതിച്ചു. വൃത്രാസുരൻ്റെ പൂർവ്വജന്മ കഥയും പിന്നെ മരുത്തുക്കളുടെ കഥയാണ്. 49 കാത്തുകൾ കൊണ്ടാണ് ഈ ലോകം സഞ്ചരിക്കുന്നു. ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി ദിതി കശ്യപനിടത്തിൽ നിന്നും പുംസവന വ്രതം ഉപദേശം മേടിച്ച് 1 കൊല്ലം അനുഷ്ഠിച്ചു. ഇന്ദ്രൻ തന്നെ ഒരു ഉണ്ണിയായി സഹായിച്ചു. ആ വ്രതം ചെയ്യുന്ന സമയത്ത് സന്ധ്യാസമയത്ത് ഉറങ്ങാൻ പാടില്ലേ പറഞ്ഞിരുന്നു. പല നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സന്ധ്യാസമയത്ത് മുടി അഴിച്ച് ഇട്ടിട്ട് ഇങ്ങനെ മുട്ടും കെട്ടി ഇങ്ങനെ ഉറങ്ങാൻ പാടില്ലേ ഒക്കെ പറഞ്ഞിരുന്നു. ഈ പൂർണ്ണ ഗർഭവതിയായ ദിതി സന്ധ്യാസമയമായപ്പോൾ അറിയാത്ത ഇങ്ങനെ ഉറങ്ങിപ്പോയി, മുടി അഴിഞ്ഞുപോയി. ഇത് ഒരു കാരണം വച്ച് ഇന്ദ്രൻ അവളുടെ നാസികാദ്വാര വഴക്കടി ഒരു ചെറിയ രൂപം സ്വീകരിച്ച് അവിടെ വയറ്റിൽ ചെന്ന് അവളുടെ ഗർഭത്തിലിരിക്കുന്ന ഉണ്ണിയെ 7 കഷ്ണമാക്കി. ആ 7 ഉണ്ണിയും കരയാൻ തുടങ്ങി. മാറുത കരയണ്ട പറഞ്ഞ് വീണ്ടും ഓരോരോ കഷ്ണം 7 കഷ്ണമാക്കി. അങ്ങനെ 7 49 ഉണ്ണികളായി. മാറുത കരയണ്ട പറ്റാത്ത മാറുത്തുക്കൾ, മാറുതന്മാറിൻ്റെ പേര് വന്നു. പിന്നെ 50 കുട്ടികളായി പുറത്ത് വന്നപ്പോഴാണ് ദിതി ചോദിച്ചു, ഏകസങ്കൽപ്പിത പുത്ര, ഒരു ഉണ്ണിക്ക് വേണ്ടിയാണ് ഞാൻ സങ്കല്പിച്ചു. ഇങ്ങനെ 49 ഉണ്ണികൾ സപ്തസപ്താഭവൻ 7 49 ഉണ്ണികൾ എങ്ങനെ വന്നു ചോദിച്ചപ്പോൾ ഇന്ദ്രൻ സത്യം പറഞ്ഞു, അമ്മേ ഞാൻ തന്നെയാണ് വെട്ടിക്കൊന്നു. പക്ഷേ ഭഗവാന്റെ മഹിമ, ആ പൂജയുടെ മഹിമ, ആ
ഈ 49 കഷ്ണമായിട്ടും അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രൻ സത്യം പറഞ്ഞപ്പോൾ ദിതിക്ക് സന്തോഷമായി. കുഴപ്പമില്ലേ, ഈ ഉണ്ണികൾ നീ തന്നെ കൊണ്ടുപോയിക്കൊള്ളൂ പറഞ്ഞു. അങ്ങനെ ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടി ജനിച്ച ഉണ്ണികൾ അവസാനം എന്തായി? ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായി മാറി. ഇതാണ് ഭഗവാന്റെ പൂജയുടെ മഹിമയെ പറയുന്നു ഭട്ടത്രി. ദുഷ്ടാശയേ പിശുഭദൈവ ഭവൻ നിഷേവ. അടുത്തവരെ നശിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഭഗവാന്റെ അടുത്ത് വന്നാൽ അവരും നല്ലവരായി തീരും. മരുത്തുക്കളുടെ കഥയും പുംസന വധത്തെയും പറഞ്ഞുകൊണ്ടാണ് 6ാമത്തെ സ്കന്ധം സമർപ്പിക്കുന്നു.